ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കുഴികൾ ഇപ്പോൾ അപകടക്കെണികളായി മാറുന്നു. പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ ഭിത്തിയോ ഇല്ല. കോഴിക്കോട് ചേവരമ്പലത്ത് വെള്ളക്കെട്ടിൽ വീണ് ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരന് ജീവൻ നഷ്ടമായതും ഇതേ അശാസ്ത്രീയത മൂലം തന്നെയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശേഷം സ്പോട്ട്ലൈറ്റ് കാണാം. നമസ്കാരം. റോഡരികിലെ അഗാധഗർത്തങ്ങൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പികൾ, സുരക്ഷാ ഭിത്തി ഇല്ലാത്ത അനാസ്ഥ, രാത്രി റോഡേതെന്നും കുഴിയേതെന്നും അറിയാത്ത ഇരുട്ട്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ഇവിടെ എത്ര ജീവനുകൾ പൊലിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി എടുത്ത കുഴികളിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളും വീണുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അപകടങ്ങൾ സംഭവിച്ച ഒരിടത്തുപോലും സൂചനാ ബോർഡുകളോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും. ഇതേപോലെ ഒരു മനുഷ്യൻ മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ. ഇതേപോലെ ഇനിയും ഈ ഹൈവേക്ക് സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഡേഞ്ചറായിട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ഇതിൻ്റെ കരാറുകാർ ഈ റോഡ് പണി കൊണ്ടുപോകണമെന്നുള്ളതാണ്. ഇതേപോലെ അശാസ്ത്രീയമായിട്ടുള്ള ടേണിങ്ങുകൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ആക്സിഡന്റുകളും അതേപോലെ മരണങ്ങളും ഒഴിവാക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് അവർ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഉണ്ട്, അതുപോലും അവർ എവിടെയും പാലിച്ചിട്ടില്ല. കാരണം സേഫ്റ്റി ഈ കരാറുകാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് അത് നോക്കാത്തതിൻ്റെ ഒക്കെ വലിയ ഒരു വിപത്താണ് ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്നത്. പിന്നെ ഇനി ഇവിടെ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇനി ഉണ്ടാക്കും എന്നുള്ളത്, ഈ ഹൈവേയിൽ വർക്ക് നടക്കുന്നിടത്ത് മുഴുവൻ ഏതൊക്കെ വിധത്തിലുള്ള സേഫ്റ്റി ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാമെന്നുള്ളത്. മുന്നറിയിപ്പ് ബോർഡുകൾക്ക് പുറമെ മതിയായ വെളിച്ച സംവിധാനങ്ങൾ ഇല്ലാത്തതും രാത്രികാലങ്ങളിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നു. കോഴിക്കോട് ചേവരമ്പലം കൂരിയത്തോടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണാണ് ഭക്ഷണ വിതരണ കമ്പനി ജീവനക്കാരനായ രഞ്ജിത്തിന് ജീവൻ നഷ്ടമാകുന്നത്. അവിടെയും സുരക്ഷാ ഭിത്തിയോ മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറോ ഉണ്ടായിരുന്നില്ല. അപകടം തുടർക്കഥയാകുമ്പോൾ ഉണരുന്ന ജാഗ്രതയേക്കാൾ മറ്റൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഇനിയെങ്കിലും അധികൃതർ കൈക്കൊള്ളേണ്ടത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഷാഫിക്കൊപ്പം രമ്യ ദാസ്, ന്യൂസ് മലയാളം.